സ്ക്രീൻ കാണാമോ? കാണാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് റിലേഷൻ ആൻഡ് ഫംഗ്ഷന്റെ റോസ്റ്റർ ഫോമില് 1-1-ഉം ഓൺ-2-ഉം ഇൻവേഴ്സും കാണാനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോം ആണ്. സെന്റൻസ് ആയിട്ട് ഒരു ഫംഗ്ഷൻ തന്നാൽ എങ്ങനെ 1-1 അല്ലെ ഓൺ-2 കാണാൻ നോക്കുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. സെന്റൻസ് ആയിട്ട് തരണം. മറ്റേ റോസ്റ്റർ ഫോം ആണെങ്കിൽ വാല്യൂ കോമായിട്ട് വേർതിരിച്ചെഴുതുമ്പോ നമുക്ക് അത് 1-1 ആണോ ഓൺ-2 ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഫോമാണ് പഠിച്ചു കഴിഞ്ഞത്. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എഫ് ഫ്രം, ഈ കുത്തിന്റെ പേര് ഫ്രം അല്ല സച്ച് ദാറ്റ് എന്നാണ്. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ, let f from R to R given by let f from R to R given by f of x is equal to 4x plus 3. Let f from R to R given by f of x is equal to 4x plus 3. Show that f is invertible. 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 അപ്പൊ ഇതില് ഒരു ഫംഗ്ഷൻ സെന്റൻസ് ആയിട്ട് തരുമ്പോ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണെന്ന് കാണിക്കണം. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഉള്ളതാണെന്ന് കാണിക്കണം. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണെന്ന് കാണിക്കണം. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയായിരുന്നു ഇൻവേഴ്സില് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇൻവേഴ്സ് ഏതിലൊക്കെയായിരുന്നു? രാഗിത മിസ് ഉണ്ടോ? ഇല്ല. അർജുൻ പറഞ്ഞേ ഇൻവേഴ്സ്. ഓർക്കുന്നില്ല, മറന്നുപോയി മാഡം, സോറി. ഓക്കെ, കഴിഞ്ഞ ആരേലും വേറെ ഏതെങ്കിലും കുട്ടികൾ പറയും. സൽമാൻ പറഞ്ഞേ. സൽമാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിട്ടുണ്ടാവില്ല. ഓക്കെ. റെജിമോനോ? ആദിത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലേനോ? കഴിഞ്ഞ ക്ലാസ്സിലുള്ള ആരും ഇല്ലേ? മിസ് 1-1 ആണോ? 1-1. ശരിയാടാ, പറയൂ. കറക്റ്റ്. 1-1. പിന്നെ ബൈജക്റ്റീവ്. എന്നാ ഇൻവേഴ്സ് ഒരു ഫംഗ്ഷന് കാണണമെങ്കിൽ 1-1-ഉം ഓൺ-2 ആയിരിക്കണം. 1-1-ന്റെ വേറെ പേരെന്താ? 1-1 ഇൻജക്റ്റീവ്. ഇൻജക്റ്റീവ്. ശരിയാ. ഓൺ-2ഓ? സർജക്റ്റീവ്. ഇൻജക്റ്റീവ് സർജക്റ്റീവ് ആണെങ്കിൽ അതിന്റെ പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജക്റ്റീവ് സർജക്റ്റീവ് ആണെങ്കിൽ അതാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ സെന്റൻസ് ആയിട്ട് തന്നാൽ അതാണ് സെറ്റ് ബിൽഡർ ഫോം. ഈ ഫംഗ്ഷൻ 1-1 ആകണമെങ്കിൽ കണ്ടീഷന്റെ ഇതാണ്, എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ൽ നിന്നും x1 ഈസ് ഈക്വൽ ടു x2 ആയിരിക്കണം. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ൽ നിന്നും ഫംഗ്ഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പം പോയിന്റ്സ് ഈക്വൽ ആയിരിക്കണം. ഇതാണ് 1-1 ഫംഗ്ഷൻ. 1-1 ഫംഗ്ഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ പോയിന്റ്സ് ഈക്വൽ ആയിട്ട് വന്നാൽ ആ ഫംഗ്ഷൻ ആണ് 1-1 ഫംഗ്ഷൻ.
അപ്പൊ ഇവിടെ f(x) തന്നിട്ടുണ്ട് 4x+3. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എക്സ് ഇവിടെ എന്ത് എഫിനകത്ത് വരുന്നു അതാണ് എക്സ് ആയിട്ട് എഴുതുന്നത്. f(y) ആണെങ്കിൽ 4y+3. അപ്പൊ f(x1) ആണെങ്കിൽ 4x1+3. f(x2) ആണെങ്കിൽ 4x2+3. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ അകത്ത് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ f(x1) ഈസ് ഈക്വൽ ടു f(x2). അതിൽ നിന്ന് x1 ഈസ് ഈക്വൽ ടു x2 വന്നാൽ അതാണ് 1. അപ്പൊ f(x1) എക്സിന് പകരം x1 കൊടുക്കുമ്പം 4x1+3. എക്സിന് പകരം x1 കൊടുക്കുമ്പോൾ 4x1+3. f(x2) ആണെങ്കിൽ 4x2+3. f(x1) ആണെങ്കിൽ 4x1+3. f(x2) ആണെങ്കിൽ 4x2+3. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വാല്യൂ കണക്ട് ചെയ്യുമ്പം ഈ +3 ഇപ്പുറത്ത് വരുമ്പോൾ -3 ആവും. ക്യാൻസൽ ആയി പോയി. 4x1 ഈസ് ഈക്വൽ ടു 4x2 ഇൻറ്റു ആണ്. അപ്പൊ 4ഉം 4ഉം ക്യാൻസൽ ആയി പോയി. അപ്പൊ x1 ഈസ് ഈക്വൽ ടു x2. ഇങ്ങനെ വരുമ്പോ ഈ ഫംഗ്ഷൻ 1 ആയി. അപ്പൊ 1 ആണെങ്കിൽ f(x1) ഈസ് ഈക്വൽ ടു f(x2)ൽ നിന്നും പോയിന്റ് ഈക്വൽ ആണെങ്കിൽ അതാണ് 1. അപ്പൊ 1 ഫംഗ്ഷൻ ആയി. 1. അപ്പൊ ഇത്രയും 1 ആയി. ഇനി മറ്റേ റോസ്റ്റർ ഫോമിലാണ് നമ്മൾ ആരോ ഡയഗ്രം വരച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ 1 ആയി. ഇനി ഓൺ ടു നോക്കാൻ f(x)ഉം y ഈക്വൽ ആണ്. f(x) ഈസ് ഈക്വൽ ടു y. f(x) ഈസ് ഈക്വൽ ടു y. f(x)ഉം y ഈക്വൽ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് x ഇൻ ടേംസ് ഓഫ് y. റൈറ്റ് x ഇൻ ടേംസ് ഓഫ് y. എക്സ് മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം വൈയുടെ ടേംസിൽ എഴുതണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് f(x) ഈസ് ഈക്വൽ ടു y. വേറെ ഉണ്ട് പ്രൂവ് ചെയ്യാൻ. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, മാർക്ക് തരും. ആദ്യത്തെ സ്റ്റെപ്പിൽ f(x)ന് പകരം y ഇട്ട് കൊടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എക്സ് മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം വൈയുടെ ടേംസിൽ എഴുതിയിട്ട് f(x) y ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇതാണ് ഓൺ ടു. ഇത്രയും ചെയ്യുന്നതാണ് ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ് അല്ലെ ഓൺ ടു. ഇപ്പൊ 1 വരെ ചെയ്തതിന് ശേഷം ഓൺ ടു ചെയ്യാൻ പുട്ട് f(x) is equal to y. പുട്ട് f(x) is equal to y. f(x)ന് പകരം y ഇട്ട് കൊടുത്തു. f(x)ന് പകരം y. ഇവിടെ ഇതാ ക്വസ്റ്റ്യൻ. f(x)ന് പകരം y ഇക്വേറ്റ് ചെയ്തപ്പം y is equal to 4x+3. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ y അല്ല എക്സിന്റെ ടേംസിലാണ് ക്വസ്റ്റ്യനിൽ തരുന്നത്. തിരിച്ചാക്കണം. എക്സ് മാത്രം ഒരു സൈഡിൽ നിർത്തി ബാക്കിയെല്ലാം വൈയുടെ ടേംസിൽ എഴുതണം. അപ്പൊ അതെ, ഒന്നുകിൽ എക്സിന്റെ ടേം 4x ഇപ്പുറത്ത് കൊണ്ടുവരണം, അല്ലെ 4x അവിടെ അതുപോലെ നിർത്തണം. y - 3 ഈസ് ഈക്വൽ ടു 4x. 4 കൊണ്ട് അങ്ങ് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ x ഈസ് ഈക്വൽ ടു y - 3/4. അപ്പൊ എക്സ് എല്ലാം വൈയുടെ ടേംസിലായി. എക്സ് മാത്രം ഒരു സൈഡിലും ബാക്കിയെല്ലാം വൈയുടെ ടേംസിലും. അപ്പൊ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ, എക്സ് എല്ലാം വൈയുടെ ടേംസിലായി. f(x) ഈക്വൽ ടു y ആണ്. അപ്പൊ വൈക്ക് പകരം f(x)ന് പകരം y ഇട്ട് കൊടുത്ത് എക്സ് മാത്രം ഒരു സൈഡിലായി ബാക്കിയെല്ലാം വൈയുടെ ടേംസിലായതിനു ശേഷം പ്രൂവ് ചെയ്ത് കാണിക്കണം f(x) y ആണെന്ന്. നിങ്ങളുടെ മാർക്ക് 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ പ്രൂവ് ചെയ്യണമെന്നില്ല. എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതുന്ന എല്ലാ ഫോമും
എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ദെയർഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇറ്റ് ഈസ് ഓൺ ടു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണ്. അപ്പൊ അത് ഓൺ ടു ഫംഗ്ഷൻ ആയി. ഓൺ ടു ആണ്. 1 1 ആണ്. ഓൺ ടു ആണ്. 1 1 ആണ്. ഓൺ ടു ആണെങ്കിൽ അതാണ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ്. വേറൊരു പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇൻവേർട്ടബിൾ. ഇൻവേർട്ടബിൾ അതായത് ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ ഇൻവേർട്ടബിൾ അല്ലേ ബൈജക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. എഫ് ഇൻവേഴ്സ് കാണാം. അപ്പൊ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് മാത്രം ഇവിടെ നിർത്തുമ്പം എഫ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റോ മൂവ് ചെയ്യുമ്പോൾ ഇൻവേഴ്സ് ആയി മാറും. എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ. എഫ് അപ്പുറം ഇപ്പുറം മൂവ് ചെയ്യുമ്പോൾ ഇൻവേഴ്സ് ആയി മാറും. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ. അപ്പം എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതിയതിന് ശേഷം എക്സിന്റെ പ്ലേസിൽ, ഇത് എളുപ്പമാർഗമാണ്, എക്സിന്റെ പ്ലേസിൽ എഫ് ഇൻവേഴ്സ് വൈ ഇട്ട് കൊടുക്കുമ്പം അവിടത്തെ ഇൻവേഴ്സ് ആയി y മൈനസ് 3/4. ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഒന്നുകൂടെ നോക്കാം. 1 1 ഓൺ ടു ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം 1 1 ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അത് 1 1 ഓൺ ടു ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് 4x+3 ആണ്. 1 1 ആണോ നോക്കാൻ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2. എക്സിന് പകരം x1ഉം എക്സിന് പകരം x2 ഇട്ട് കൊടുത്തു. അപ്പുറത്തുനിന്ന് ലെഫ്റ്റിൽ വരുമ്പോൾ ഒരുപോലെയുള്ള പ്ലസും മൈനസും വെട്ടിപ്പോയി. 4 4 വെട്ടിപ്പോയി. പോയിന്റ്സ് ഈക്വൽ ആണെങ്കിൽ അത് 1 1 ആയി. ഓൺ ടു ആണോ നോക്കാൻ എഫ് ഓഫ് എക്സിന് പകരം y ഇക്വേറ്റ് ചെയ്തു. അപ്പൊ y ഈസ് ഈക്വൽ ടു 4x+3. y മൈനസ് 3 ഈസ് ഈക്വൽ ടു 4x. അപ്പൊ എക്സിന്റെ വാല്യൂ y മൈനസ് 3/4. അപ്പൊ എക്സ് ഇൻ ടേംസ് ഓഫ് y. എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതി. അത് കഴിഞ്ഞിട്ട് എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ്. ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് എഫ് ഓഫ് എക്സ് വൈ ആണെന്നും പറഞ്ഞ് ഓൺ ടു എക്സ്പ്രസ് ചെയ്താൽ മാത്രം മതി. 1 1 ഓൺ ടു ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയി. അപ്പൊ ഇൻവേഴ്സ് കാണാം. അപ്പൊ എഫ് ഇൻവേഴ്സ് വൈ എന്നും പറഞ്ഞ് എക്സ് മാത്രം ഒരു സൈഡിൽ നിർത്തുമ്പോ എഫ് അപ്പുറത്ത് പോകുമ്പോ ഇൻവേഴ്സ് ആയി മാറി. അതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ എഴുതുക. ഇഫ് നോട്ട്സ് ഒന്നും ആരും പേഴ്സണലായിട്ട് ചോദിക്കാത്തത് കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട്സ് ഇട്ടില്ല. ആവശ്യമില്ല എന്ന് തോന്നി. ഇഫ് എഫ് ഫ്രം ആർ ടു ആർ, എഫ് ഫ്രം ആർ ടു ആർ ഈസ് എ ഫംഗ്ഷൻ, എഴുതെടുക്ക. എഫ് ഫ്രം ആർ ടു ആർ ഈസ് എ ഫംഗ്ഷൻ, ഈസ് എ ഫംഗ്ഷൻ such that f of x is equal to 3x plus 5. f of x is equal to 3x plus 5. Prove that f is 1 1 comma on 2. Prove that f is 1 1 comma on 2. Also find the inverse. Also find the inverse. Also find the inverse. Also find the inverse. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞേ. ഇൻവേഴ്സ് കാണാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനാ. പറയ് ഫസ്റ്റ് സ്റ്റെപ്പ്. എപ്പോ 1 1 ആണ്. 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റ്.
ഓക്കെ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2. എക്സിന് പകരം x1 ഇട്ട് പറഞ്ഞേ. എക്സ് ഉള്ളിടത്ത് x1 3x1 plus 5. ഈസ് ഈക്വൽ ടു 3x2 plus 5. കറക്റ്റ്. +5 ലെഫ്റ്റിൽ വരുമ്പം +5 -5 ഇവിടെ ക്യാൻസൽ ആയി പോയി. 3x1 ഈസ് ഈക്വൽ ടു 3x2. 3യും 3യുടെ ക്യാൻസൽ ആയി പോയി. x1 ഈസ് ഈക്വൽ ടു x2. അപ്പൊ ഫങ്ഷൻസ് ഇക്വേറ്റ് ചെയ്ത് പോയിന്റ്സ് ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആണ് 1 1 1 1. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എഫ് ഓഫ് എക്സും ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും എപ്പോഴും സെയിം ആണ്. അപ്പൊ എഫ് ഓഫ് എക്സിന് പകരം y ഇട്ട് കൊടുത്തു. y ഈസ് ഈക്വൽ ടു 3x + 5. എക്സിന്റെ ടേം മാത്രം ഒരു സൈഡിലും ബാക്കിയെല്ലാം വേറെ സൈഡിൽ എഴുതുമ്പം ചില കുട്ടികൾ ഈ +3x ഇപ്പുറത്തോട്ട് എടുത്തു. പിന്നെ ഒന്നുകൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അതിലും നല്ലത് ഈ +5 ഇപ്പുറത്ത് വരുമ്പം -5 ആയി. y - 5 ഈസ് ഈക്വൽ ടു 3x. അപ്പൊ എക്സിന്റെ വാല്യൂ y - 5/3. അപ്പൊ എക്സ് ഇൻ ടേംസ് ഓഫ് y, എക്സ് ഇൻ ടേംസ് ഓഫ് y, എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതി. എക്സ് ഇൻ ടേംസ് ഓഫ് y. therefore f of x is equal to y. it is on to. it is on to. ഇതൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പൊ ഓൺ ടു ആണ്. അടുത്ത സെന്റൻസ് എഴുത്. f is 1 1, on to. f is 1 1, on to. it is bijective. f is 1 1, on to. it is bijective. bijective. f is 1 1, on to. it is bijective. Inverse is given by f of x y ആണ്. അപ്പൊ x എന്ന് പറഞ്ഞാൽ f ഇൻവേഴ്സ് y. എക്സിന് പകരം f ഇൻവേഴ്സ് y ഇട്ട് കൊടുക്കുമ്പോ f ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു y - 5/3. ഫുൾ മാർക്ക് ഇത്രയും ചെയ്താൽ കിട്ടും. ചില ടെക്സ്റ്റില് ക്വസ്റ്റ്യൻ എക്സിലായതുകൊണ്ട് ഇൻവേഴ്സ് ചെയ്യുന്നത് എക്സിലാക്കി എഴുതാറുണ്ട്. എഫ് ഇൻവേഴ്സ് y എന്ന് പറഞ്ഞാൽ y - 5/3. അപ്പൊ എഫ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ x - 5/3 ആണ്. എഫ് ഇൻവേഴ്സ് y ആണെങ്കിൽ y - 5/3. അപ്പൊ എഫ് ഇൻവേഴ്സ് എക്സില് x - 5/3. ഇതാണ് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ബൈജക്ട് എന്താണ് ഈ സെറ്റ് ബിൽഡർ ഫോമിൽ ചെയ്യുന്നത്. വേറെ ക്വസ്റ്റ്യൻസ് പറയാം, ചെയ്ത് നോക്കണം. ഷോ ദാറ്റ് f from -1, 1 to r. ഇങ്ങനെ പലതിൽ നിന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻ ഒക്കെ പഠിച്ചു. പലതിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് അവിടെ തരുന്നത്. അത് നോക്കുക വേണ്ട, ഫംഗ്ഷൻ മാത്രം നോക്കി അത് ചെക്ക് ചെയ്യണം. f from -1 to 1 to r given by f of x is equal to x by x plus 2. Find the inverse. Find the inverse എന്നോ f inverse എന്നോ ക്വസ്റ്റ്യൻ വരാം. Find the inverse. Find the inverse. പിന്നെ അപ്പം ഇത് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ട് ചോദിക്കുക. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലുള്ള 1 1 ഓൺ 2 പഠിച്ചു. സെറ്റ് ബിൽഡറും പഠിച്ചു, റോസ്റ്റർ ഫോമും പഠിച്ചു. അടുത്തതാണ് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. കോമ്പോസിഷൻ
Composition of two functions. Composition of two functions. Composition of two functions. രണ്ട് ഫംഗ്ഷൻ കമ്പൈൻ ചെയ്ത് എഴുതുന്നത്, അതാണ് കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്. അതായത് എഫും ജിയും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഡോട്ട് എഫ് ഓഫ് എന്നും പറയും, എഫ് ഡോട്ട് ജി. എഫും ജിയും കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് എഫ് ഡോട്ട് ജി. എഫ് ഡോട്ട് ജിയും എഫ് ഡോട്ട് ജി ഓഫ് എക്സും ഒന്ന് തന്നെയാണ്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഡോട്ട് ജി എഫും ജിയുടെ കമ്പൈൻ ചെയ്യുന്ന കോമ്പോസിഷൻ ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നതാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇതാണ് എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും. ക്വസ്റ്റ്യൻ എഴുതുക. ലെറ്റ് എഫ് ഫ്രം എന്ന് പറഞ്ഞാൽ സച്ച് ദാറ്റ് തന്നെ. ലെറ്റ് എഫ് ഫ്രം 1 3 4 to 1 2 5 1 2 5 1 3 4 to 1 2 5 and G from 1 2 5 to 1 3 and G from 1 2 5 to 1 3 be given by B given by F is equal to സെറ്റിനകത്ത് 1 2 3 5 4 1 and G is equal to സെറ്റില് 1 3 2 3 5 1. Write G dot F, F dot G യോട് എഴുതിക്കോ. F dot G. ക്വസ്റ്റ്യൻ പേപ്പറിൽ G dot F മാത്രമേ ഉള്ളായിരുന്നുള്ളൂ, F dot G യുടെ. നോക്ക, ഇങ്ങനെ കോമായിട്ട് വേർതിരിച്ചു തന്നാൽ ഈ ഫോം റോസ്റ്റർ ഫോം അല്ല, ടാബുലർ ഫോം ആണ്. അപ്പൊ ഇവിടെ കമ്പൈൻ ചെയ്ത് കോമ്പോസിഷൻ ചെയ്യുമ്പം നോക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻ പഠിച്ചു 1ന്റെ ഇമേജ് 2, 2ന്റെ പ്രീ ഇമേജ് 1, 3യുടെ ഇമേജ് 5, 5ന്റെ പ്രീ ഇമേജ് 3. അപ്പൊ ഇവിടെ എഫ് ഓഫ് 1 ഇത് വേറെ രീതിയിൽ എഴുതാം. 1ന്റെ ഇമേജ് 2 കണ്ടോ, എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 2. 3യുടെ ഇമേജ് 5, എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 5. 4ന്റെ ഇമേജ് 1, എഫ് ഓഫ് 4 ഈസ് ഈക്വൽ ടു 1. 1ന്റെ ഇമേജ് 2, 3യുടെ ഇമേജ് 5, 4ന്റെ ഇമേജ് 1. ജി ആണെങ്കിൽ ജി ഓഫ് 1 ഈസ് ഈക്വൽ ടു 3, G of 2 is equal to 3, G of 5 is equal to 1. G യുടെ തന്നിരിക്കുന്നത് G of 1 3, G of 2 3, G of 5 1. പിന്നെ നോക്കാം, F ഡോട്ട് G അല്ലെ F of G ചെയ്യുമ്പം F ഡോട്ട് G of X എന്നാണ്. F ഡോട്ട് G of X ഇത് ഡിഫൈൻ ചെയ്യുമ്പോഴാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആകുന്നത്. എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഡോട്ട് ജി ഡിഫൈൻ ചെയ്യുമ്പോഴാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് വരിക. എഫ് ഡോട്ട് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇവിടെ ചെയ്യുമ്പം ജിക്കകത്തുള്ള എക്സിന്റെ വാല്യൂസ് നോക്കണം. ജിക്കകത്തുള്ള എക്സിന്റെ വാല്യൂ ജി, എക്സ് എന്ന് പറഞ്ഞാൽ അറിയാം
എക്സ് വൈ പോകുമ്പോ എക്സ് എല്ലാം കൂടി ചേരുന്ന സെറ്റിന്റെ പേര് ഡൊമൈനും വൈ എല്ലാം കൂടി ചേരുന്ന സെറ്റിന്റെ പേര് റേഞ്ചും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ എങ്ങോട്ടാണോ എത്തിച്ചേരുന്നത് ആ സെറ്റിന്റെ പേര് കോഡൊമൈൻ എന്നാണ് പഠിച്ചത്. അപ്പൊ ഇതില് ഈ എഫിനകത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞ സെറ്റ് 1 3 4, എഫിനകത്തെ റേഞ്ച് എന്ന് പറയുമ്പോ സെറ്റ് 2 5 1 അല്ലെ 1 2 5. ജിയിലെ ഡൊമൈൻ എന്താ? ജിയിലെ ഡൊമൈൻ 1 2 5. ആ റേഞ്ച് 3 3 1. അപ്പൊ അതില് ഒരു സെറ്റ് എഴുതുമ്പോ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോഴോ ആവർത്തിച്ച് വരുന്ന ഒരു പ്രാവശ്യം. അപ്പൊ ജിയിലെ റേഞ്ച് ഏതാ? 3 ഉം 1 ഉം. അപ്പൊ 3 ഉം 1 ഉം കറക്റ്റ്. അപ്പൊ ഇവിടെ ഈ ജിക്കകത്തുള്ള എക്സിന്റെ വാല്യൂ, അതായത് ഡൊമൈൻ വാല്യൂ, ജിയുടെ ഡൊമൈൻ വാല്യൂ 1 ഉം 2 ഉം 5 ഉം ആണ്. അപ്പൊ എഫ് ഡോട്ട് ജി ഓഫ് 1 ചെയ്യണം, എഫ് ഡോട്ട് ജി ഓഫ് 2 ചെയ്യണം, എഫ് ഡോട്ട് ജി ഓഫ് 5. ഇത് മൂന്നുവേ ഉള്ളൂ ജിക്കകത്തുള്ള എക്സിന്റെ വാല്യൂ 1 ഉം 2 ഉം 5 ഉം. അത് മൂന്നും ഇട്ട് കൊടുത്തു, 1 ഉം 2 ഉം 5. എഫ് ഡോട്ട് ജി ഓഫ് 1, എഫ് ഡോട്ട് ജി ഓഫ് 2, എഫ് ഡോട്ട് ജി ഓഫ് 5. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആണ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പൊ ഈ വാല്യൂ എഫ് ഓഫ് ജി ഓഫ് 1, എഫ് ഓഫ് ജി ഓഫ് 1ന്റെ വില ഇവിടെ നമുക്ക് എഴുതി വെച്ചു. ജി ഓഫ് 1ന്റെ വില 3, എഫ് ഓഫ് 3, എഫ് ഓഫ് 3യുടെ വില 5, എഫ് ഓഫ് 3യുടെ വില 5. അടുത്തത് പറഞ്ഞ അതുപോലെ എഫ് ഓഫ് G of 2. G of 2 is equal to f of G of 2. 3. 3. F of 3യുടെ വാല്യൂ 5. അടുത്ത F of G of 5. F of G of 5. G of 5 1. 1. F of 1 2. correct. അപ്പൊ എഫ് ഡോട്ട് ജി ആയി, എഫ് ഡോട്ട് ജി. എഫ് ജിയുടെ കമ്പൈൻ ചെയ്ത് എഴുതി. അപ്പൊ തിരിച്ച് ജി ഡോട്ട് എഫ് ചെയ്യാൻ ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പൊ എഫിനകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ, എഫിനകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ ആണ് ഇത്. 1 3 4 എഫിനകത്ത് വരുന്ന, കണ്ടോ? എഫിനകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ 1 3 4 എഫിനകത്ത് വരുന്നത്. ജി ഡോട്ട് എഫിനകത്ത് വരുന്നത് 1, ജി ഡോട്ട് എഫ് ഓഫ് 3, ജി ഡോട്ട് എഫ് ഓഫ് 4. ഡിഫൈൻ ചെയ്ത് പറഞ്ഞ ജി ഡോട്ട് എഫ് ഓഫ് 1, ജി ഓഫ് G of 2. ജി ഓഫ് എഫ് ഓഫ് 1. ശരിയാ, വെരി ഗുഡ്. ജി ഓഫ് 2, ജി ഓഫ് 2 പറ. ജി ഓഫ് 2 3. 3. അടുത്ത് ജി ഓഫ് എഫ് ഓഫ് 3. 5. G of 5. 5. ജി ഓഫ് 5 1. 1. ജി ഓഫ് എഫ് ഓഫ് 4. എഫ് ഓഫ് 4 1. 1 3. 3. ഇങ്ങനെയാണ് നമ്മൾ റോസ്റ്റർ ഫോമിൽ രണ്ട് ഫംഗ്ഷൻ തമ്മിൽ കമ്പൈൻ ചെയ്ത് എഴുതുന്നത്. എഫും ജിയുടെ കമ്പൈൻ ചെയ്ത് എഴുതുന്നത് എഫ് ഡോട്ട് ജി, ജി എഫൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്നത് ജി ഡോട്ട് എഫ്. ഇത് തന്നെ സെറ്റ് ബിൽഡർ ഫോമിൽ വന്നാൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാം.
f of x is equal to x square, comma, g of x is equal to x plus 1. Find f dot g of x. ഇങ്ങനെ ബ്രാക്കറ്റ് ഇങ്ങനെ പല രീതിയിലും കൊടുക്കാം. ഇത് തന്നെയാണ് എഫ് ഡോട്ട് ജി ഓഫ് എക്സ്. എഫ് ഡോട്ട് ഇത് രണ്ട് സെയിം ആണ്. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് കോമ ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. ഇത് തന്നെയാണ് ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. അപ്പൊ നോക്കുക, രണ്ട് ഫംഗ്ഷൻ, ഇത് സെറ്റ് ബിൽഡർ ഫോം ആണ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നു. രണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഉണ്ട്. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് കാണാൻ, എഫ് ഡോട്ട് ജി ഓഫ് എക്സ് കാണാൻ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. റോസ്റ്റർ ഫോം ആണെങ്കിൽ ഓരോ വാല്യൂസ് വീതം ഇട്ടു കൊടുക്കണം. ആ ഡൊമൈൻ ആയിട്ട് വരുന്ന വാല്യൂസ് ഓരോന്നും കൊടുക്കണം. സെറ്റ് ബിൽഡർ ആവുമ്പോ ആ ഫംഗ്ഷൻ മൊത്തമായിട്ട് അങ്ങ് ഇട്ടു കൊടുത്താൽ മതി. എഫ് ഓഫ് ജി ഓഫ് എക്സിന്റെ വാല്യൂ അവിടെ തന്നു, എക്സ് പ്ലസ് 1. അതപ്പ ജി ഓഫ് എക്സിന് പകരം എക്സ് പ്ലസ് 1 ആയിട്ട് ഫുൾ ആയിട്ട് കൊടുത്തു. ജി ഓഫ് എക്സ് ഫുൾ ആണ്, എക്സ് പ്ലസ് 1. അപ്പൊ ജി ഓഫ് എക്സിന് പകരം എക്സ് പ്ലസ് 1 അവിടെ ഇട്ട് കൊടുത്തു. നോക്ക, എഫ് ഓഫ് എക്സ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് സ്ക്വയർ എന്നാണ്. എഫ് ഓഫ് എക്സ് ഏതാണോ എഫിനകത്ത് വരുന്നത് ആ വാല്യൂന്റെ സ്ക്വയർ. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് വൈ സ്ക്വയർ. എഫ് ഓഫ് 8 സ്ക്വയർ. ഈ എഫിനകത്ത് എന്തു വരുന്നോ അതിന്റെ സ്ക്വയർ. അപ്പൊ ഇതിനെ മൊത്തം എക്സ് ആയിട്ട് എടുത്തു. ഇതിനെ മൊത്തം എക്സ്, ഇത് മൊത്തം എക്സാ. വാല്യൂ പറഞ്ഞ് ഇത് മൊത്തം എക്സ് ആണ്. എ സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ ആണോ? ഒന്നുകൂടെ പറയാം. ശരിയാണ്, എഫിനകത്ത് എന്തു വരുന്നോ ആ വാല്യൂന്റെ സ്ക്വയർ. അപ്പൊ എഫിനകത്ത് വരുന്നത് മൊത്തം ഇതാണ്, ഈ വാല്യൂ ആണ് വന്നത്. അപ്പൊ പറഞ്ഞത് ശരിയാ. എക്സ് പ്ലസ് 1 ദോൾ സ്ക്വയർ. കണ്ടോ? ഒന്നുകൂടെ നോക്കിയേ, ജിക്കകത്ത് എന്ത് വരുന്നോ ആ വാല്യൂ ആണ് എക്സ്. ആ വാല്യൂ പ്ലസ് 1 ആണ് ആൻസർ. ജിക്കകത്ത് 2 വന്നാൽ ഉത്തരം 2 പ്ലസ് 1. ജിക്കകത്ത് 5 വന്നാൽ 5 പ്ലസ് 1. അതുപോലെ എഫിനകത്ത് എന്താണോ വില വന്നത് അതിന്റെ സ്ക്വയർ. അപ്പൊ എഫിനകത്ത് വന്നത് എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ ആണ് ഉത്തരം. എക്സ് പ്ലസ് 1 ദോൾ സ്ക്വയർ. തിരിച്ച് ജി ഡോട്ട് എഫ്. ജി ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പൊ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഫുൾ ആയിട്ട് കൊടുക്കണം. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. ജിക്കകത്ത് എന്താണോ വാല്യൂ വരുന്നത് ആ വാല്യൂ പ്ലസ് 1 ആണ് ഉത്തരം. ജിക്കകത്ത് എന്താണോ വില വരുന്നത് ആ വാല്യൂ പ്ലസ് 1. അപ്പൊ ജി ഓഫ് എക്സ് സ്ക്വയർ പറഞ്ഞ് വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് 1. അത്രേ ഉള്ളൂ. കറക്റ്റ്. എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇത് എക്സ് പ്ലസ് 1 ദോൾ സ്ക്വയറും ഇത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ചില ക്വസ്റ്റ്യനിൽ എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫ് ഈക്വൽ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പം ഒരു കേസിൽ പോലും അത് ഈക്വൽ ആയിട്ട് വരത്തില്ല. എഫ് ഡോട്ട് ജി നോട്ട് ഈസ് ഈക്വൽ ടു ജി ഡോട്ട് എഫ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതേ രീതി വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ് സ്ക്വയർ എക്സ് പ്ലസ് 7 അങ്ങനെ പല ക്വസ്റ്റ്യനും
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമെട്രിക്ക് സിമെട്രിക് അല്ലല്ലോ സിമെട്രിക്ക് റിഫ്ലെക്സീവ് ട്രാൻസിറ്റീവ് പഠിച്ചു. അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റിനോട് ചെയ്ത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു log x, g of x is equal to e raised to x. Show that f dot g of x is equal to അല്ല f dot g of x എന്നേ ഉള്ളൂ, മറ്റേ ഡിഫൈൻ ചെയ്ത ഫൈൻഡ് എന്ന് എഴുതിയാൽ മതി. ഫൈൻഡ് f dot g of x and g dot f of x ചെയ്തേ. f dot g of x ഉം g dot f of x ചെയ്യും. ലോഗ് ചേർത്ത് വരുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ സെയിം ആകാം. ഇപ്പൊ ചെയ്ത പോലെ ചെയ്തേ. f dot g of x, f dot g of x, f dot g of x ഡിഫൈൻ ചെയ്യുമ്പം f of g of x, f of g of x കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു e raised to x. g of x എന്ന് പറഞ്ഞാൽ e raised to x, g of x e raised to x. എഫിനകത്ത് എന്തു വരുന്നോ ലോഗ് എക്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. എഫിനകത്ത് എന്ത് വരുന്നോ ലോഗ് എക്സ്. എഫിനകത്ത് വൈ ആണെങ്കിൽ ലോഗ് വൈ. അപ്പൊ എഫിനകത്ത് ഇ റൈസ് ടു എക്സ് പറഞ്ഞേ. ഒന്നുകൂടി എഫിനകത്ത് എന്താണോ വില 8 വരുന്നതെങ്കിൽ ലോഗ് 8 ആണ് ആൻസർ. കണ്ടോ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. എഫിനകത്ത് വൈ ആണെങ്കിൽ ലോഗ് വൈ. അപ്പൊ എഫിനകത്ത് ഫുൾ ഇവിടെ വന്നത് എക്സിന് പകരം ഇ റൈസ് ടു എക്സ് ആ. ഇവിടെ ഇ റൈസ് ടു എക്സ്. ഉത്തരം പറഞ്ഞേ. എഫിനകത്ത് വരുന്ന വില ലോഗ് കഴിഞ്ഞ് ആംഗിൾ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ എഫിനകത്ത് ഇ റൈസ് ടു എക്സ് പറഞ്ഞേ. ലോഗ് ഇ റൈസ് ടു എക്സ്. കണ്ടോ ലോഗ് ഇ റൈസ് ടു എക്സ്. എഫിനകത്ത് തീറ്റ വന്ന ലോഗ് തീറ്റ. എന്ത് വരെ എഫിനകത്ത് സൈൻ എക്സ് വന്ന ലോഗ് സൈൻ എക്സ്. അപ്പൊ ലോഗ് ഇ റൈസ് ടു എക്സ്. ലോഗ് എം റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ലോഗ് എം. ലോഗ് എം റൈസ് ടു എൻ ആണ്, എൻ ഇൻറ്റു ലോഗ് എം. അപ്പൊ ഉത്തരം എക്സ് ഇൻറ്റു ലോഗ് ഇ. ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. ലോഗ് 1ന്റെ വാല്യൂ 0. ലോഗ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പൊ ലോഗ് ഇ 1 ആണ്. എക്സ് ഇൻറ്റു 1 ആൻസർ എക്സ്. ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. അപ്പൊ എക്സ്. തിരിച്ച് ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ട് ഉത്തരം പറഞ്ഞ്. ജി ഡോട്ട് എഫ് ഓഫ് എക്സ്, ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യും. ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഫുൾ ആയിട്ട് എഴുതണം. ലോഗ് എക്സ്, ലോഗ് എക്സ്. ജിക്കകത്ത് എന്താണോ ഡിഫൈൻ ചെയ്യുന്നത് ഇ റൈസ് ടു ആ വാല്യൂ ആയിട്ട് കൊടുക്കണം. ജിക്കകത്ത് തീറ്റ ആണെങ്കിൽ ഇ റൈസ് ടു തീറ്റ. ജിക്കകത്ത് 4 ആണെങ്കിൽ ഇ റൈസ് ടു 4. അപ്പൊ ജിക്കകത്ത് ലോഗ് എക്സ്. ഉത്തരം പറഞ്ഞ്.
G of log x. E raised to log x. Correct. E raised to log x. അപ്പൊ G of log x E raised to log x. ഒരു റിസൾട്ട് ആണ്. E raised to ലോഗിനകത്ത് ആംഗിൾ എന്താണോ വരുന്നത് അതാണ് ഉത്തരം. എക്സ്പൊണൻഷ്യലിന്റെ പവർ ലോഗ് ആയിട്ട് വന്നാൽ അതിന്റെ ആംഗിൾ ആണ് ആൻസർ. അപ്പൊ E raised to log xന്റെ ഉത്തരം എക്സ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ലോഗ് പവർ ആയിട്ട് വരികയൊക്കെ ചെയ്തത് കൊണ്ട് എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും സെയിം ആണ്. ഈ ക്വസ്റ്റ്യനിൽ എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും ഒന്ന് തന്നെയാണ്. എഫ് ഡോട്ട് ജി ഇസ് ഈക്വൽ ടു ജി ഡോട്ട് എഫ്. വളരെ തുച്ഛമായിട്ടുള്ള സമയം കൂടി ഉള്ളൂ. അപ്പം വേറൊരു ചെറിയ കാര്യം കൂടി പഠിക്കാം. ഒരു നമ്പർ തന്നിട്ട് പാർട്ടീഷൻ ആയിട്ട് എത്ര രീതിയിൽ എഴുതാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഹെഡിങ് കൊടുക്ക് പാർട്ടീഷൻസ്. പാർട്ടീഷൻസ് പാർട്ടീഷൻസ് എന്നിട്ട് എഴുതുക. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ഓൾ ദി പാർട്ടീഷൻസ് ഓഫ് 5. 7 എടുത്തു ആദ്യം, 2 പ്രാവശ്യം വന്നത്. റൈറ്റ് ഡൗൺ all the partitions of 7. Also find P7 4. Also find P7 4 and P7 5. P7 4 and P7 5. Also find P7 4 and P7 5. പാർട്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ 7നെ ഇപ്പൊ നോക്കാം. ഒരു പാർട്ടായിട്ട് ഇപ്പൊ ഇവിടെ പാർട്ടീഷൻസ് നോക്കാം. പാർട്ടീഷൻസിന്റെ അകത്ത് 7നെ ഇപ്പം ഒറ്റ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഒരു പ്രാവശ്യമേ പറ്റുള്ളൂ, 7 മാത്രം. ഏതൊക്കെ നമ്പർ ആഡ് ചെയ്യുമ്പോ 7 കിട്ടുമെന്നൊന്ന് പറഞ്ഞേ. ഏതൊക്കെ നമ്പർ ആഡ് ചെയ്യുമ്പോ 7 കിട്ടും? 5 2. 5 2. അപ്പൊ 2 + 5. പിന്നെ 6 1. 6ഉം 1 ആഡ് ചെയ്യുമ്പോ 7. 4 plus 3. 4 + 3 ശരിയാണ്. നാച്ചുറൽ നമ്പർ മാത്രം എടുത്താൽ മതി. 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൂട്ടുമ്പോ 7 പറഞ്ഞേ. 3ആയിട്ട്. ഇനി വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ 4 3 3 4 1 തന്നെ. അപ്പൊ വേറെ തിരിച്ചു മറിച്ചു എഴുതണ്ട, ഒറ്റ പ്രാവശ്യം എഴുതി. 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ. 3 നമ്പർ കൂട്ടുമ്പോ 7. 1 1 5. 1 1 5. 1 + 1 + 5. പിന്നെ 2 + 1 2 + 2 1 + 2 + 4. ശരിയാ. പിന്നെ 1ന്റെ കൂടെ ഇനിയുണ്ട്. 1 + 4 + 2. അതെഴുതി നമ്മള്. 1 + 4 + 2ഉം 2 + 4 + 1ഉം 4 + 1 + 2 എല്ലാം സെയിമാ. കണ്ടോ? ഈ 3 നമ്പർ വന്നാൽ തിരിച്ചു മറിച്ചു എല്ലാം ആ നമ്പർ മാത്രമേ വരൂ, ഒറ്റ ഗ്രൂപ്പേ വരുള്ളൂ. 1 + 3 + 3. ഇനിയുണ്ട് 2 + 2 + 2 + 3. 3. കറക്റ്റ്. 4ആയിട്ട് 4 നമ്പർ കൂട്ടുമ്പോ 7. 1 + 1 + 1 3ആയി. പിന്നെ എത്രയുടെ കൂട്ടണം? 4. 4. പിന്നെ 1 + 1 + 2 + 3. കറക്റ്റ്. ഒരെണ്ണോടി 1 + 1 + 2. 1 + 2 + 2 അല്ലേ? 2 2 4 2 6 7.
അഞ്ചായിട്ട് പറ. 1 plus 1 1 plus plus 1 plus 1 plus 1 3. 1 2 3 4 3 7. പിന്നെ 1 plus 3 plus 2 ഉം. plus 2. കറക്റ്റ്. 7 നമ്പറാണ് 7ആയിട്ട് വരെ പോകും കേട്ടോ. 5ആണ് 5 പാർട്ട്. 6 പറ. 6ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറ. 6ആയിട്ട് 1 1 plus plus 1 plus 1 plus 1 plus 2. എത്ര വണ്ണ? 5. 5 5ആണോ? 5 വണ്ണും ഒരു 2ഉം. 7ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോ 1 2 3 4 5 6 7. ഇങ്ങനെ ഒരു നമ്പറിനെ ഒറ്റ ടേമായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ, 3ആയിട്ട് 4ആയിട്ട്, അങ്ങനെ 7 ആണെങ്കിൽ 7 വരെ എഴുതിയതിന് ശേഷം ക്വസ്റ്റ്യൻ നോക്കുക. P74 എന്ന് പറഞ്ഞാൽ 7 എന്ന് പറയുന്ന നമ്പറിനെ 4ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 7നെ 4ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്ന്. 1 2 3. കണ്ടോ? ഇതാ ഉത്തരം. 7 എന്ന് പറയുന്ന നമ്പറിനെ 4ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് 1 2 3. P75 പറഞ്ഞ്. P75 7നെ 5ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് എത്ര എണ്ണം ഉണ്ടെന്ന്. 2. 2. അതാ ഉത്തരം. കണ്ടോ? ഇത് വരാത്ത ഒരു ക്വസ്റ്റ്യൻ ഇല്ല. 6ന്റെ ഏത്? റൈറ്റ് ഓൾ ദി പാർട്ടീഷൻ ഓഫ് 6. റൈറ്റ് ഓൾ ദി പാർട്ടീഷൻ ഓഫ് 6. റൈറ്റ് ഓൾ ദി പാർട്ടീഷൻ ഓഫ് 6. P63 ആൻഡ് P64 ചെയ്യും. P63യും P64ഉം പാർട്ടീഷൻ ആയിട്ട് എഴുതും. നമ്പർ ഓഫ് പാർട്സ്. നമ്പർ ഓഫ് പാർട്സ്. ഒറ്റ പാർട്ടായിട്ട് പാർട്ടീഷൻ. 6 ആണ്. 6 പാർട്ടീഷൻ 6 അങ്ങനെ ചെയ്തേ. എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. എല്ലാ പാർട്സും എഴുതിയണം, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. രണ്ടായിട്ട് പറഞ്ഞ്. 1 plus 5. കോമ 2 plus 2 4. plus 4. 3 plus 3. ആ ശരിയാ. കറക്റ്റ്. 3. 1 plus 1 plus 4. കോമ 1 plus 2 plus 3. കറക്റ്റ്. 2 plus 2 plus 2. 2 plus 2 plus. ശരിയാ ശരിയാ. 4. 3 വണ്ണും 3. 3. 1 plus 1 plus 2 plus 2. 5ആയിട്ട്. 4 വണ്ണും 2. 2. പിന്നെ വേറെ ഇല്ല. 6ആയിട്ട് 6 പ്രാവശ്യം 1. ഇത്രേ ഉള്ളൂ. ഉത്തരം പറഞ്ഞേ. P63 3. ആ 6നെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 3 എണ്ണേ ഉള്ളൂ. P64 2. 2. ഓക്കെ. 2 എണ്ണം. ഇത് പാർട്ടീഷന്റെ അകത്ത് നീ ഒരു ക്വസ്റ്റ്യൻ വരുവുള്ളേ. ചെയ്ത എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ക്വസ്റ്റ്യൻ പല രീതി വരും. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ, കോമ ജി ഫ്രം ആർ ടു ആർ, ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് x+1, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട് 2x² + 3, എഫ് ഡോട്ട് ജി ഓഫ് എക്സ്, ഫൈൻഡ് എഫ് ഡോട്ട് ജി ഓഫ് എക്സ്, കോമ ജി ഡോട്ട് എഫ് ഓഫ് എക്സ്, എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആൻഡ് ജി ഡോട്ട് എഫ് ഓഫ് എക്സ്.